ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു മിനി വ്ളോഗാണ്. ഉത്രാട ദിനത്തിനോടനുബന്ധിച്ച് വീട്ടിലുണ്ടായിരുന്ന കുറച്ച് കലാപരിപാടികളാണ് ഇന്നത്തെ വ്ളോഗിൽ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ അച്ഛൻ മരിച്ചിട്ട് 7 വർഷമായി. മൂത്ത ആളുണ്ടായിട്ടൊരു 16 ദിവസമുള്ളപ്പോഴായിരുന്നു അച്ഛൻ മരിച്ചത്. അങ്ങനെയൊക്കെയാണുള്ള വിശേഷങ്ങൾ. ചെറിയ ആളിപ്പോൾ ഇതൊക്കെ കണ്ട് മനസ്സിലാക്കാൻ തുടങ്ങുന്നല്ലേ ഉള്ളൂ. അപ്പം ഇതാണ് അച്ഛൻ. ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഓണത്തിന് മാത്രം അല്ല, എല്ലാത്തിനും അച്ഛൻ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട്. ഇത് പിന്നെ ഞാൻ അത്തം തൊട്ടിട്ട് 10 ദിവസം തിരുവോണം വരെ ഡേ 1 ഡേ 2 പറഞ്ഞിട്ട് 10 ഡേയ്സിലേക്കുള്ളൊരു ചെറിയ മിനി വ്ളോഗായിട്ട് ഷൂട്ട് ചെയ്തത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉത്രാടം ആയതുകൊണ്ട് തന്നെ ഇതിൽ ഇൻക്ലൂഡഡ് ചെയ്തു എന്നേ ഉള്ളൂ. ഇവൻ വീട്ടിലുള്ള ദിവസം ഇവനാണ് പൂവൊക്കെ ഇടൽ. ഇവൻ്റേതായ സ്റ്റൈലിൽ അവന് തോന്നുന്ന പോലെ അവൻ എന്തൊക്കെയോ ചെയ്യുന്നു. വലിയ പ്രശ്നമൊന്നുമില്ല. കളർ കോമ്പിനേഷനൊക്കെ ഓക്കെയാണ്. അപ്പോൾ ഇതാണ് അവനിട്ട പൂക്കളം. ചെറിയാൾക്ക് പിന്നെ ഇതൊന്നും അറിയത്തില്ലല്ലോ. അതിനുശേഷം ക്ലീനിങ്ങിലേക്കായിരുന്നു. ഒരുപാട് ക്ലീൻ ചെയ്യാനുണ്ട്. പൂജ കഴിഞ്ഞിട്ടൊക്കെ നന്നായിട്ട് കൃഷ്ണനൊക്കെ നന്നായിട്ട് പൊടി പിടിച്ചിട്ടുണ്ടായി. കൃഷ്ണൻ തന്നെ വിചാരിക്കും ഇത് അന്നുകൊണ്ടേ പ്രതിഷ്ഠിച്ചതല്ലാതെ ഇവളെന്താ എന്നെ ഒന്ന് മാറ്റിപ്പോലും വെക്കാത്തേന്ന് കൃഷ്ണൻ വരെ ചിന്തിക്കുന്നുണ്ടാവും. ഭയങ്കര ടെസ്റ്റാണ്. ഓൾറെഡി ഇവിടെ എല്ലാവർക്കും ടെസ്റ്റ് അലർജി കൂടിയുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇപ്പം നാളെ എന്തിനും സമയം ഉണ്ടാവില്ല. ഇന്നിപ്പോൾ എന്തായാലും പർച്ചേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഉച്ചയ്ക്ക് ശേഷമൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചിട്ട് പോയിട്ട് അതൊരു സമയമുണ്ടല്ലോ. അപ്പോൾ എന്തായാലും വീട് ക്ലീൻ ചെയ്തിട്ട് കഴിഞ്ഞാൽ നാളെ വലിയ പ്രശ്നമില്ലല്ലോ. ശരിക്കും പറഞ്ഞാൽ എല്ലാ ദിവസവും ക്ലീൻ ചെയ്യേണ്ടത് തന്നെയാണ്. വീടൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് വലിയൊരു കഴിവ് തന്നെയാണ്. പക്ഷെ ഞാൻ അങ്ങനെ ഭയങ്കര എന്താ പറയുക, എപ്പോഴും ഇങ്ങനെ ഭയങ്കര വൃത്തിയിൽ നടക്കുന്ന അങ്ങനത്തെ ഒന്നും ആളൊന്നുമല്ല. ഇങ്ങനെ നല്ലൊരു മൂഡ് വന്നാൽ ഒക്കെ ചെയ്യും, അല്ലെങ്കിൽ ഭയങ്കര മടിച്ച് തന്നെയാണ്. അപ്പോൾ സോഫേൻ്റെ കവർ ഇങ്ങനെ ഇടുമ്പോൾ ഒരു ഭംഗിയില്ല. ആക്ച്വലി ഇതൊരു ബെഡ്ഷീറ്റാണ്. 2 ബെഡ്ഷീറ്റ് എടുത്ത് വെച്ചതേ ഉള്ളൂ. സോഫയാണെങ്കിൽ കവറാണെങ്കിലും മറ്റേ സലീംകുമാറിൻ്റെ പായ പോലെ ഇങ്ങോട്ട് വലിക്കുമ്പോൾ അങ്ങോട്ട് പോകുന്ന. അപ്പം ഇതൊക്കെ ഏകദേശം സെറ്റായിട്ടുണ്ട്. ഇത് ബെഡ്ഷീറ്റ് വെച്ചിട്ടുള്ള പരിപാടിയാണെങ്കിലും അത്ര സുഖമൊന്നുമില്ല. പിന്നെ ഒന്ന് കുഞ്ഞൊക്കെ ഉള്ളത് കൊണ്ട് കുറച്ച് നീറ്റായിട്ട് ഇരിക്കണ്ടേ, ഒരു 6 മാസമെങ്കിലും അതിൻ്റെ ഒരു ഫ്രഷ്നെസ്സിൽ ഇരിക്കണ്ടേന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. സോഫ തട്ടിക്കൂട്ട് പരിപാടിയാണ്, വലിയ ഭംഗിയൊന്നുമില്ല കാണാൻ. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ പരിപാടി. ഇനിയിപ്പോൾ ഇതൊക്കെ വെറും പ്രഹസനം. എന്താ വെച്ചാൽ ഇതൊക്കെ എൻ്റെ 2 പിള്ളേർ. അയ്യോ, ഇതൊക്കെ ഭയങ്കര ടാസ്ക്കാണ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ നമ്മളൊരു വീടൊക്കെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാന്ന് വെച്ചാൽ ഭയങ്കര കഴിവ് തന്നെയല്ലേ. എനിക്ക് അങ്ങനെ വലിയ കഴിവൊന്നുമില്ല. മൂടൊക്കെ വന്നാൽ നന്നായിട്ട് ചെയ്യില്ല. ഇങ്ങനെ ഭയങ്കര മടിച്ചാണ് ഇതൊക്കെ ചെയ്യാൻ ഭയങ്കര മടിയുള്ള ഒരാളാണ്. ഒരു നല്ല മൂടൊക്കെ വന്നാൽ ഫുള്ളും ഇങ്ങനെ മരിച്ച് പണിയെടുക്കുമെന്ന് അറിയില്ല. അങ്ങനെയൊക്കെയാണ്. ഇന്ന് പിന്നെ അങ്ങനെ സ്പെഷ്യലൊന്നുമില്ല. ഫിഷുണ്ട്, ആവോലിയുണ്ട്, വാഴയുടെ കൂമ്പ് അത് തോരൻ വെച്ചു. ആവോലി പൊരിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കുറച്ച് പ്രോൺസ് വാങ്ങി. ആ പ്രോൺസിൻ്റെ തലഭാഗമാണ് ഇന്ന് കറി വെച്ചത്. മുളകൊക്കെ ഇട്ട്. നാളെ ടിപ്പിക്കൽ ട്രഡീഷണൽ സദ്യ ഉണ്ടാക്കാനാണ് വിചാരിക്കുന്നത്. കുറേ ഐറ്റമൊന്നുമില്ല, ഭയങ്കര കുറച്ച് ഐറ്റംസ് വെച്ചിട്ട്. മോൻ്റെ ആദ്യത്തെ ഓണമായതുകൊണ്ട് അവനെപ്പോഴും മെമ്മറീസിൽ സൂക്ഷിക്കാൻ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കണമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു കാര്യമാണ് നാളത്തേക്ക് പ്ലാൻ ചെയ്ത്. ഞങ്ങളൊക്കെ കുളിച്ച് ഫ്രഷായി പുറത്ത് പോകേണ്ടതിനെ പറ്റി ഇങ്ങനെ ആലോചിക്കുകയാണ്. എന്തൊക്കെ വാങ്ങണം, എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ഉണ്ടാക്കണം എന്നുള്ളൊരു ഇതാണ്. ലെഫ്റ്റ് സൈഡിൽ ഇരിക്കുന്നതാണ് ഹസ്ബൻഡിൻ്റെ അമ്മ, റൈറ്റ് സൈഡിൽ ഇരിക്കുന്നത് എൻ്റെ അമ്മ. അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് പോയി. തലശ്ശേരിയിലേക്ക്. നല്ല തിരക്കായിരിക്കും അറിയാം. ഇന്നെന്തായാലും നല്ല തിരക്കായിരിക്കും. പിന്നെ ഭയങ്കര തിരക്കായിരുന്നു. ഇതാണ് അവിടെ എത്തിയിട്ടുള്ളൊരവസ്ഥ. പൂക്കളും വസ്ത്രങ്ങളും ബംഗാളികളും ഇന്ത്യക്കാരും എല്ലാ സംസ്ഥാനത്തിലുള്ള ആൾക്കാർ അവിടെ ഉണ്ട് എന്ന് തോന്നിപ്പോയി. കച്ചവടക്കാരായിട്ടാണെങ്കിലും. പിന്നെ ഊനൊക്കെ ഭയങ്കര പൈസയായിരുന്നേ. ഒന്നും ബാർഗൈനും ചെയ്തിട്ടൊന്നും കുറവാണ് ചേച്ചി. അതിനിടയിൽ ഒരാൾ വന്നിട്ട് ചേച്ചി ഇവിടെയാണ് കവർ നിറച്ചും പൂ കൊടുക്കുന്നതെന്നാണ്. ഈ കാണുന്ന സാധനം വാങ്ങിയിട്ടുണ്ടായിട്ടോ. നല്ല സാധനമാണെന്ന് തോന്നുന്നു.
പിന്നെ 200 പറഞ്ഞിട്ട് 180 അയാൾ തന്നു. ഞാൻ ചോദിച്ചപ്പോൾ ഹൈറ്റൊക്കെ ഓക്കെയാണ്, പക്ഷെ കോംപ്രമൈസ് അല്ല, ക്വാളിറ്റിയിൽ എങ്ങനെയാണ് ഒന്നും പറയാൻ പറ്റില്ല. അത് കഴിഞ്ഞിട്ടൊന്ന് ട്രെൻഡ്സിൽ കയറി മോനൊരു ടീഷർട്ട് എടുക്കാനുണ്ടായിരുന്നു, അതൊക്കെ എടുത്തു. ഇയാളിങ്ങനെ കോപ്പറേറ്റ് ചെയ്തിരിക്കുന്നുണ്ട്, എപ്പോൾ വേണമെങ്കിലും കരയാമെന്നുള്ളൊരവസ്ഥയിൽ. വിശന്നൊക്കെ തുടങ്ങിയപ്പോൾ പിന്നെ സ്വഭാവമൊക്കെ മാറി നേരെ വെച്ച് കൊടുത്തു കോഫി ഹൗസിലേക്ക്. എനിക്ക് കോഫി ഹൗസിലത്തെ കട്ട്ലേറ്റും കോഫിയും ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇന്ന് ഞാനും അല്ലും മസാല ദോശയാണ് വാങ്ങിയത്. ബാക്കി എല്ലാവരും നെയ് റോസ്റ്റ് വാങ്ങി. ബാക്കി ആർക്കും മസാലേനോട് വലിയ താല്പര്യമൊന്നുമില്ല. ഈവനും ഞാനും കഴിച്ചു. എനിക്ക് ഇവിടുത്തെ നെയ് റോസ്റ്റ് മസാല ദോശ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇന്നലത്തെ സാമ്പാറും വൈറ്റ് ചട്നിയും അത്ര കൊള്ളൂലായിരുന്നു. അത് കഴിഞ്ഞിട്ട് വെജിറ്റബിൾസ് ഒക്കെ വാങ്ങാൻ വേണ്ടി പോയി. അവനെന്തൊക്കെയോ കഴിച്ചു കൂടുന്നുണ്ട്. ഇങ്ങനെ തന്നെയാണ്. വെജിറ്റബിൾസ് ഒക്കെ വാങ്ങി. അതിനുശേഷം ഞങ്ങൾ പൂവൊക്കെ വാങ്ങി. എല്ലാ പൂവും കുറച്ച് എന്നുള്ള രീതിയിൽ എടുത്തു. ഒരു 200 റുപ്പീസിനെ വാങ്ങിയിട്ടുള്ളൂ. ഒന്നാമത് മുറ്റത്ത് അങ്ങനെ ജെല്ലിയൊക്കെ ഇട്ടതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ പൂടാനൊന്നും വലിയൊരു താല്പര്യമില്ല. ഇതൊക്കെയാണ് തിരക്ക്. തിരിച്ചു കിട്ടും. അപ്പോൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് എല്ലാവരും തിരിച്ചു വന്നു അല്ലേ? എല്ലാവരും തിരിച്ചു വന്നു ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട്. കുറച്ച് നാളത്തേക്കുള്ള കുറച്ച് പ്രിപ്പറേഷൻസ് ഉണ്ട്. കറി അറിയാമല്ലോ, സദ്യയൊക്കെ ഉണ്ടാക്കുമ്പോൾ രാവിലെ അതിൻ്റെ ഒരു തിരക്കില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ കുറച്ച് ഇഞ്ചിക്കറി, പച്ചടി അങ്ങനത്തെ ഒക്കെ ഇപ്പോൾ ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചു. ഞാനല്ല, അമ്മയും എല്ലാവരും കൂടിയിട്ട് അത് ഉണ്ടാക്കി വെക്കാനുള്ള പ്ലാനിങ്ങാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇത്രയേ ഉള്ളൂ, ചെറിയൊരു വീഡിയോ ആയിരുന്നു. മെയിനായിട്ട് ക്ലീനിങ്ങും എന്താ പറയുക ഉത്രാടപ്പാച്ചിലും ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തി. അപ്പം എല്ലാവർക്കും വീഡിയോ കട്ടാക്കരുത്. എനിക്ക് വേണ്ട. ഇവൻ നീ എന്തിനാ ഇങ്ങനെ തരുന്നത്? എപ്പോഴും ഇഷ്ടമുള്ളതുകൊണ്ടാ തരുന്നത്. ഇത് മാത്രമേ തരുള്ളൂ, വേറെ ഒന്നും തരൂല. ഇഷ്ടം കൂടിയതുകൊണ്ട്. അപ്പൊ തേങ്ങയില് വെള്ളം മാത്രം എന്തിനാ എപ്പോഴും ഇഷ്ടമുള്ള? എന്താ എല്ലാം തരുന്നേ? ശരിക്കും താങ്ക് യു. മൊത്തം കൂടി ഇത് കുറച്ചേ ഉള്ളൂ കുഞ്ഞാ. മൊത്തം കുറച്ചേ കുടിക്കാൻ പാടില്ല. അല്ല, ഇതിപ്പോ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് മൊത്തം കുടിച്ചോന്ന് പറഞ്ഞത്. അപ്പൊ എല്ലാവർക്കും ഞങ്ങളെ ഫാമിലിയുടെയും വക ഹൃദയം നിറഞ്ഞ ഓണം ആശംസകൾ. ബൈ ബൈ.